ഹലോ മുത്തുമണീസ്, നമ്മളിന്ന് സബാസ്കാറിൽ പോയതാട്ടാ. സബാസ്കാറിൽ പോയപ്പോൾ അവിടെ വലിയ പായസമേള നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് പായസമേള, പായസ മത്സരം, പായസമേളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറേ വിഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പരിപാടി നടക്കട്ടെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ പോയി, താഴോട്ട് അങ്ങനെ പോയി നോക്കിയപ്പോൾ ഗ്രൗണ്ടിൽ ഹാളിലാണ് പരിപാടി. അപ്പം അതേ അവിടെ ജനങ്ങളെ കൊണ്ടൊരു തല്ല്, കാലുകുത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അപ്പുറം പോയി നോക്കിയപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നമുക്ക് അങ്ങോട്ട് കയറാൻ ഗ്യാപ്പില്ല, അത്രയും ഒക്കെ ലോക്കാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതേ ഇപ്പുറത്ത് കൂടി വന്നിട്ട് പായസത്തിൻ്റെ ഏരിയയിലോട്ട് പോകണ്ട. അപ്പം അതെ ഞാൻ ഇങ്ങനെ പോയി നോക്കിയപ്പം അവിടെ പല വെറൈറ്റി പായസങ്ങളിട്ട് അടിപൊളി സെറ്റപ്പിൽ ഇങ്ങോട്ട് ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കൊരു ചെറിയൊരു കോമ്പറ്റീഷൻ നടക്കണേ, ഇങ്ങനെ മത്സരമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജഡ്ജസ് ഇവിടേക്ക് വന്ന് പോയതാട്ടാ. പോയ കൗണ്ടറിലൊക്കെ ഒരു പായസം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു സെയിലും ഉണ്ട്. ഇത് നമ്മൾ ഇടിച്ചക്കയും ശംഖുപുഷ്പമൊക്കെ ഇട്ട് കാണും. ശംഖുപുഷ്പമാണ് ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത സാധനം. ശംഖുപുഷ്പമൊക്കെ ഇട്ട് കണ്ടാണ് ഈ പായസം വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പഞ്ചസാര യൂസ് ചെയ്തതല്ല. പിന്നെ ഈത്തപ്പഴം യൂസ് ചെയ്തതുണ്ട്, ശർക്കര യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകട്ടെ. ഇത് ശംഖുപുഷ്പം അതേപോലെ ഇടിച്ചക്കയൊക്കെ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിട്ട് അവർ സെറ്റാക്കി ഒരുക്കി വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് നമ്മൾ വാങ്ങി കുടിക്കണമെങ്കിൽ അതിന് 20 രൂപയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പായസത്തിൻ്റെ ഏരിയയും കണ്ട് അങ്ങനെ പോവാണ്. ഇത് പച്ച പപ്പായ വെച്ചിട്ടുള്ള പായസമാണ്. പച്ച പപ്പായ വെച്ച് കാഷ്യൂനട്ട്, പച്ച പപ്പായ, പിന്നെ അതിലോട്ട് പല വെറൈറ്റി അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു പായസം. സെക്കൻഡ് പായസം ഞാൻ കണ്ടിട്ട്, രണ്ടാമത് ഞാൻ കണ്ട പായസം അതാണ്. അപ്പോൾ അതായത് ഇവർ നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ ഒരുക്കി വെക്കാൻ വേറെ കാരണമുണ്ട്, അവർക്കത് മത്സരമാണല്ലോ, കോമ്പറ്റീഷൻ. അപ്പോൾ 10,000 ഒരു പായസം ഫസ്റ്റ് വിജയിക്ക് കിട്ടുന്നത് 10,000 രൂപയ്ക്കാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ പായസം നമ്മൾ കണ്ടത് അടിപൊളിയായിട്ട് സെറ്റാക്കിയൊക്കെ വെച്ച് നല്ല ഉരുളിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോണ പായസം ഒരു അടിപൊളി പായസം, നമ്മൾ ഇതുവരെ കാണാത്ത ടേസ്റ്റ് നോക്കാത്തൊരു പായസം കേട്ടോ. നമ്മുടെ പറങ്കി കണ്ടില്ലേ, പറങ്കി മാങ്ങ, ആ പറങ്കി മാങ്ങ വേവിച്ചിട്ട് അതിൻ്റെ പറങ്കി മാങ്ങ കൊണ്ടുണ്ടാക്കിയ പായസമാണ്. അതിൽ പറങ്കിയണ്ടിയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ഫ്രൈ ചെയ്തിട്ടിട്ടും പിന്നെ അതിൽ സാബുനരി ചേർത്തിട്ടുണ്ട്. പറങ്കി മാങ്ങയും സാബുനരിയും പറങ്കിയണ്ടി, പറങ്കിയങ്ങ എന്നൊക്കെ പറയും നമ്മളവിടെ, കശുവണ്ടി അതിൻ്റെതാണ് ഇട്ടത്. അതങ്ങനെ ഒരു വെറൈറ്റി പായസം കണ്ട്. പിന്നെ അതാത് നമ്മളെ ചക്ക കൊണ്ടുള്ള പായസം നമ്മൾ വെറൈറ്റി ആയിട്ട് കാണുന്നത്, വെവ്വേറെ അതും നമ്മുടെ നാടൻ വിഭവങ്ങളുകൊണ്ടാട്ടാ. ഇത് നമ്മുടെ പഴുത്ത ചക്ക പായസമാണ്. പഴുത്ത ചക്ക വേവിച്ചിട്ടുണ്ടാക്കണ അടിപൊളി പായസമാണ്. അതിൽ പിന്നെ കാഷ്യൂനട്ട്, ബദാം, പിസ്ത, അത് നട്ട്സ് ഐറ്റംസുകളെല്ലാം അതും ഉണ്ട്. അങ്ങനെ ഒരു പായസമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടത്. എല്ലാതും കുറേശ്ശെ എല്ലാവരും ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അത് വിൽപ്പനക്കും ഉണ്ട്. ഇനി നമ്മൾ ഇളനീരും മാങ്ങയും കൂടി വെച്ചിട്ടുള്ള പായസമാട്ടോ. ഇളനീരും മാങ്ങയും കൂടി ചേർത്തിട്ടുള്ള മിക്സഡ് പായസമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റുള്ള പായസമാണ് ഇളനീര് മാമ്പഴ പായസം. ഇനി നെക്സ്റ്റ് നമ്മൾ പഴുത്ത പപ്പായ കൊണ്ടുള്ള പായസമാണ്, പഴുത്ത പപ്പായ പായസം. ഇനി നെക്സ്റ്റ് ഈ കാണുന്നത് പാലക് പായസമാണ് കേട്ടോ. പാലക് ചീര വെച്ചിട്ട് അതിലേക്ക് മധുരം, മിൽക്ക് മെയ്ഡും പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ആഡ് ചെയ്തിട്ട് സാബുനരി ആഡ് ചെയ്തിട്ടുള്ള പായസമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ടുള്ള പായസമാണ്. പഴുത്ത ചക്കച്ചോള വെച്ചിട്ട് ചക്കച്ചോളിൻ്റെ എസൻസ് എല്ലാം കൂടി വെച്ചിട്ടുള്ള പായസമാണ്. ഓരോരുത്തരും ഓരോരോ സ്ഥലത്തു നിന്നിട്ട് വരുന്നത്. ഇവർ ഊരകത്തുള്ള ഇതാണെന്നാണ് പറഞ്ഞത്. നോക്കിയേ, ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്കിങ്ങനെ ടേസ്റ്റ് നോക്കാനൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട്. ഒക്കെ നല്ല ഒന്നിനൊന്ന് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളാണ്. അവിടെ പല ഏരിയയിൽ നിന്നാണ് കേട്ടോ ഓരോരുത്തരും വന്നത് സെയിൽ ചെയ്യണത്. ഫസ്റ്റ് ഞാൻ കണ്ട ആൾക്കാരൊക്കെ
കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെയാണ്, കോഴിക്കോട്ടുകാരൊക്കെയാണ്. ഈ താത്ത, ഈ വല്യമ്മ, ഈ വെച്ചതാ ഇത് കോഴിക്കോട്ടുകാരത്തെയാണ് കേട്ടോ. അവർ പിന്നെ മഷ്റൂം കൂണ് വെച്ചിട്ടാണ് അവർ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. കൂൺ പായസമാണ്. കൂണും പിന്നെ അതിനുള്ള മറ്റുള്ള എസൻസും, കൂണ്, പഴം എല്ലാം കൂടി വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് പായസം റെഡിയാക്കിയിട്ടുണ്ട്. കൂണ് പായസമൊന്നും നമ്മൾ ഇതുവരെ കഴിക്കാത്തതല്ലേ. അത് ഇവർ കോഴിക്കോട്ടുകാരാട്ടാ. അവർ അതിന് പപ്പടം, പായസത്തേക്ക് പപ്പടം അതേപോലെ എല്ലാം കൂട്ടിയിട്ടാണ് അവർ ജോയിൻ്റ് ചെയ്തിട്ടാണ് അവർ സെയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത് ഉറുമാമ്പഴം നട്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ച് ചേർത്തിട്ട് അടിപൊളി പായസം ഉണ്ടാക്കി വെച്ചതാണ്. എല്ലാം വെറൈറ്റി പായസം. ഇതാണ് കേട്ടോ ഒറിജിനൽ അടപ്രഥമൻ. അപ്പോൾ അവിടെ അടപ്രഥമൻ ചോദിച്ച അവിടെ ആൾക്കാർ നടക്കുന്നുണ്ട്, അവർക്ക് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു കൈതച്ചക്ക വെച്ചിട്ട് പൈനാപ്പിളിൻ്റെ പായസമാണ്. ഇത് എല്ലാ ഇളനീരും പപ്പായും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു, പപ്പായും കൂട്ടിയിട്ടുള്ളൊരു പായസമാണ് ചെയ്തിട്ട്. ഇത് എല്ലാ നട്ട്സും കൂടി കൂട്ടിപ്പൊടിച്ചിട്ട് എല്ലാ നട്ട്സും കൂട്ടിയിട്ടുള്ളൊരു പായസമാണ്. ഇതിനൊക്കെ അവർ ഇതിൽ മധുരത്തിന് യൂസ് ചെയ്യണത് പിന്നെ ഈത്തപ്പഴമാണ് കേട്ടോ. മധുരം ഒന്നുമല്ല, എങ്ങനെ പഞ്ചസാരയൊന്നുമല്ല. അപ്പോൾ ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി പായസങ്ങളാണ് ഈ ചെയ്തിട്ടുള്ളതൊക്കെ. ഇത് ചക്ക ഉണക്കിയിട്ട് ഉണക്കച്ചക്ക വെച്ചിട്ടുള്ള പായസം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഉണക്ക മാങ്ങ വെച്ചിട്ടുള്ള പായസം. ഓരോന്നും ഓരോരോ വെറൈറ്റിയാണ്. ഇത് സാബുനരി ഇതൊക്കെ വെച്ചിട്ട്, ഇത് നമ്മുടെ അതിന് മാത്രം പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇത് നമ്മുടെ ചീര വെച്ചിട്ടാട്ടോ, ചീര പായസമാണ്. ചീര, മുരിങ്ങയില, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു പായസമാണ്. ഇത് വെറൈറ്റി ആയി തോന്നിട്ടാ. ചീര വെച്ചിട്ട് പായസം വെച്ചപ്പോൾ ചീര പായസമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഓരോന്നിനും ഓരോ വെറൈറ്റി, എല്ലാതും പുതിയ വെറൈറ്റി. ഇത് നമ്മളെ അലോവേരൻ്റെ പായസം. അലോവേരയും പിന്നെ സാബുനരി മറ്റുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി പായസം തന്നെയുണ്ട്. മൊത്തം പായസത്തിൻ്റെ ഒരു തല്ലാണ്. ആ കൂട്ടത്തിൽ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ പരിപാടിയും അവിടെ പാട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഗാനമേള മത്സരം നടക്കുന്നുണ്ട്. മത്സരമല്ല, ഗാനമേള ആയിട്ട് നടത്തണേ. പല കുട്ടികൾ, പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ, നല്ല പാട്ടുകളൊക്കെയാണ് കേട്ടോ നടത്തുന്നത്. ഞാൻ പാട്ടൊന്നും ഇതിലിട്ട് ആഡ് ആക്കിയിട്ടില്ല. എല്ലാവരും പായസം വാങ്ങണുണ്ട്, കുടിക്കണുണ്ട്, നടക്കണുണ്ട്. അങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ നടന്ന് പിന്നെ കാണാൻ എനിക്ക് ടൈം ഇല്ലാണ്ടായിട്ടാണ് ഞാൻ പിന്നെ നിർത്തി പോകുന്നതാണ്. ഫുള്ള് തീർന്നതല്ല. അപ്പം ഞങ്ങൾ പായസത്തിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പായസങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കച്ചവടക്കാരുടെ ഏരിയയിലോട്ടാണ് കേട്ടോ. ഇവിടെ സർബത്ത്, എല്ലാ ഐറ്റംസ് വെച്ചാൽ സർബത്ത്, നമുക്ക് എന്തൊക്കെയാണ് ചായക്ക് വയ്ക്കണ സ്നാക്സ്, സർബത്ത്, പൂരി, ബജി, എന്തൊക്കെ ലുക്കൈമത്ത് ഇങ്ങനെയൊക്കെ സെയിലാണ്. ഇത് കേക്കാട്ടാ, അടിപൊളി കേക്ക്. ഒരു ബൗളിന് ഇത്ര റേറ്റ് വെച്ചിട്ട് കൊടുക്കണ, ഒരു ബൗളിന് 20 രൂപ, 30 രൂപ, 50 രൂപ, 100 രൂപ ഒക്കെ ഓരോ ബൗളിന്. പിന്നെ എല്ലാ ഐറ്റംസ് ഡ്രിങ്ക്സ് ആണ് നമുക്ക് കുടിക്കാൻ ഏതൊക്കെ വേണ്ടി ആ ഐറ്റംസ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിലും. ഇതൊരു കുടുംബശ്രീൻ്റെ പരിപാടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവരെന്നോട് ചോദിച്ച് ഇതെന്താണോ, എന്തിനാ വീഡിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൂട്ടത്തിൽ ആരോ പറഞ്ഞവർ പിന്നെ യൂട്യൂബിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ അവരവരുടെ കേക്കിനെ കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ അവരുടെ സൗണ്ടൊന്നും ഇടാൻ വയ്യ. നമുക്കിത് അപ്പുറത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ പിന്നെ നമുക്കത് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. യൂട്യൂബിലെല്ലാം ഒന്നും കയറ്റി അടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പരിപാടി ഇതുണ്ട്. ഇതിവിടെ ഒരു ചായ ഷോപ്പ് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ ഐറ്റംസ് കട നമുക്ക് ഏത് വേണേലും ഉണ്ട്. മുട്ടപ്പത്തിരി, ചട്ടിപ്പത്തിരി, അതേപോലെ നമ്മുടെ കൽത്തപ്പം, ഉണ്ണിയപ്പം, ഏത് ഐറ്റംസ് വേണേലും ഉണ്ട്. എരിവുള്ളത്, മധുരമുള്ളത് ഒക്കെയാണ് ഇവിടെ ഫുള്ളായിട്ടും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഇത് ഒരു ചായ മക്കാനി എന്ന് തന്നെ പറയാം. ചായക്കട പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മൊത്തത്തിൽ സെയിലുകളാണ്. എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ട്. ചെറിയ പൊടി മുതൽക്കിച്ച് മരുന്ന് ഐറ്റംസ് വരെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് മുതൽക്കിച്ചിട്ട് എല്ലാം ഉണ്ട്. എല്ലാ ഡ്രസ്സ് ഐറ്റംസും ഉണ്ട്. അപ്പം ഞാനിത് അപ്രതീക്ഷിതമായിട്ട് കയറിയതാണ്. ഞാനും അയൽവാസികളെല്ലാവരും കൂടി പിന്നെ നമ്മൾ പിന്നെ സഭാ സ്ക്വയർക്ക് പോയതാണ്.
നമ്മളെ ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഹോളിലോട്ട് അങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ. മൊത്തം പരിചയക്കാരും അറിയണവരോട്ടെ. എല്ലാം നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ പോകണം. എല്ലാം പരിചയക്കാരും അറിഞ്ഞവരാ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് അവിടെ കിട്ടണില്ല, സംസാരിക്കാനേ സമയമുള്ളൂ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തെടുത്ത് പോകുന്നതാട്ടോ. സംസാരിച്ചിങ്ങനെ പോരുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അറിയാത്തവരെ കാണുന്നിടത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. അറിയുന്നവരെ കാണുമ്പോൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ സംസാരമായിരിക്കും വീഡിയോയിൽ വിചാരിച്ചിട്ട്. ഇതൊക്കെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ മൺചട്ടി, കലം ചട്ടി, പിന്നെ കേക്ക് ഐറ്റംസ്, മധുര ഐറ്റംസ്, പിന്നെ പൊടികൾ, അച്ചാറുകൾ, മസാലപ്പൊടി ഐറ്റംസ് എല്ലാം ഹോം മെയ്ഡാണ് കേട്ടോ. എല്ലാം ഹോം മെയ്ഡ് സാധനങ്ങളാണ്. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, ഭക്ഷ്യവിപണന മേള, സംരംഭക ചന്ത വൈബ് ഭക്ഷ്യവിപണന മേള. ഇത് പഞ്ചായത്തേറ്റ് ചേർന്നിട്ട് ഇവര് പഞ്ചായത്തേറ്റ് കൂടിയിട്ടുള്ള കുടുംബശ്രീ യൂണിറ്റിലൂടെയുള്ള ഒരു ചന്ത വിപണന മേളയാണ് ഇത്. നമ്മൾ കണ്ടെടുത്തോളം അത് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, പായസത്തിൻ്റെ മത്സരം നടക്കണോടത്ത് സ്റ്റേജിൽ അടിപൊളി പരിപാടികൾ നടക്കണേ. അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങോട്ട് പായസ മത്സരം തന്നെയാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്.